അങ്ങനെ ഡീസൽ മൂവിയും കണ്ടു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും കഥ എഴുതിയിരിക്കുന്നതും ഷൺമുഖം മുത്തുസ്വാമിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥയും അതേപോലെ ആ ഡയറക്ഷൻ എങ്ങനെയെന്ന് പറയാം. അതിനു മുമ്പ് ഈ സിനിമയിലെ ചില കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അവസാനം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാം കേട്ടോ. ഇതിൽ വിനയ് റോയ് പുള്ളി ഒരു വില്ലൻ റോളിൽ വന്നിട്ടുണ്ട്. വിനയ് റോയ് പൊതുവേ വില്ലൻ റോളിൽ വന്ന പൊളിച്ച സംഭവങ്ങൾ ഉണ്ടാവും. പുള്ളി അതിനുള്ള ഒരു ഭീകരതയൊക്കെ ഈ സിനിമയിൽ സൃഷ്ടിക്കുന്നുണ്ട്. പുള്ളിയുടെ മുഖത്തിലുള്ള ഭാവത്തിൽ തന്നെ പുള്ളി അവസാനം വരെയും എപ്പോഴും ഒരു ഉറന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ മുഖം കാണിക്കുന്നത്. ഭയങ്കര ദേഷ്യം പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് പുള്ളിയുടെ നോട്ടവും കണ്ണുകളും ഭാവവും ഒക്കെ ഉള്ളത്. കുഴപ്പമില്ലായിരുന്നു പുള്ളിയുടെ ആ വില്ലൻ റോള്. പുള്ളി വില്ലനായിട്ട് ഇതിലുണ്ടെങ്കിലും വേറെ കുറേ വില്ലന്മാരും കാര്യങ്ങളും ഉണ്ട് കേട്ടോ സിനിമയിൽ. അപ്പോൾ പുള്ളിയുടെ ഭാഗം എവിടെയാണോ പുള്ളിക്ക് ആ കടുപ്പം കൊടുക്കേണ്ടത് അവിടെയൊക്കെ നന്നായിട്ട് വിനയ് റോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആരിഷ് കല്യാണിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആള് സായ് കുമാറാണ്. സായ് കുമാർ പറഞ്ഞാൽ മലയാള നടനല്ല, തെലുങ്ക് നടനാണ്. പുള്ളി പൊതുവേ തമിഴ് സിനിമകളിൽ കുറേ അഭിനയിക്കാറുണ്ട്. സായ് കുമാറിൻ്റെ റോള് പുള്ളി അച്ഛൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, അച്ഛൻ എന്ന നിലയല്ല സിനിമയിൽ, അതെന്താണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോളൂ. പുള്ളി ആരായിരുന്നു എന്നൊക്കെ സിനിമ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള് ഇതിലെ ഒരു വലിയ സംഭവങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് വലിയ രീതിയിൽ മേലെ വന്ന് നിൽക്കുന്ന ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പുള്ളിയുടെ കഥാപാത്രം ഉള്ളത്. അത് മനോഹർ എന്ന ഒരു കഥാപാത്രമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. മനോഹറുടെ ആ കഥാപാത്രത്തെ പുള്ളി പേര് പോലെ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഭാഗം നന്നായിരുന്നു. ഓക്കെ, ഇനി ഹാരിഷ് കല്യാണിൻ്റെ കഥാപാത്രം. പുള്ളി വളരെ നിഷ്കളങ്കമായിട്ട് ലബ്ബർ പന്തിൽ അഭിനയിച്ചില്ലേ, അതേപോലെ നിഷ്കളങ്കമായിട്ട് വളരെ എഫർട്ട് എടുത്ത് നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതേപോലെ ആക്ഷനും ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രണയം പുള്ളിക്കുണ്ട്. എല്ലാം നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങേരുടെ ഭാഗം എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അതുല്യ രവി അവരാണ് ഇതിലെ ഹീറോയിൻ. ഹീറോയുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഇത്രയും മേക്കപ്പ് വേണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ മറ്റേ റോസ് പെയിൻറ്റ് അടിച്ചു വെച്ച പോലെ വെച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ സിനിമയുടെ ആ ക്യാരക്ടറിന് ഇത്രയും മേക്കപ്പ് ആവശ്യമാണോ? അപ്പോൾ മേക്കപ്പ് മാൻ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഞാൻ അത് പറയാൻ കാരണം ഹാരിഷ് കല്യാൺ പുള്ളിയുടെ ആ മുഖത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്നുമേ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ പുള്ളി വളരെ പ്രസന്നമായ മുഖത്തോടെ തന്നെയാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പുള്ളിക്ക് മേക്കപ്പിൻ്റെ ഒന്നും മേക്കപ്പ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അത് കാണുന്നില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ അതുല്യ രവിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പെയിൻറ്റ് പൂശിയ പോലെയാണ് കാണുന്നത്. എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ ഷൺമുഖം മുത്തുസ്വാമിയുടെ ഈ കഥ അതേപോലെ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയാം. അദ്ദേഹം കഥ എഴുതി പോയപ്പോൾ അങ്ങോട്ട് നല്ലൊരു സംഭവം എഴുതി പോയിരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിലൊക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. ഞാനിത് ഇങ്ങനെയാണ് ഡീസലിന് പേരൊക്കെ കണ്ടപ്പോഴേ ഇങ്ങനെ ഒരു സിനിമയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. തുടക്കം നോക്കുമ്പോൾ നല്ലൊരു സംഭവം കാണിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ട് അതിന് എതിരെ അവർ നിൽക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളാകുമ്പോൾ ആ പ്രശ്നത്തെ തന്നെ മുതലെടുക്കുന്ന ജനങ്ങൾ, അതിലെ ചില ഹീറോസ്, അങ്ങനെ രീതിയിൽ പുള്ളി എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ സിനിമ കണ്ട് മനസ്സിലായിക്കോളി. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ പുള്ളി നന്നായി ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് കഥ എഴുതി പോകുമ്പോൾ പുള്ളി ശ്രദ്ധിച്ചിരിക്കുന്നത് ആ കഥയിൽ മാത്രമാണ് ഷൺമുഖം മുത്തുസ്വാമി എഴുതുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളെ അതേപോലെ വെക്കണ്ടേ? അതിൻ്റെ ഒരു കുറവ് സിനിമയിലുണ്ട്. കുറവ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ ഭാഗത്ത് തന്നെ പുള്ളി മിസ്സിങ് ചെയ്തിരിക്കുകയാണ്. ഡയറക്ഷനിൽ അതേപോലെ ആ കഥയിലുള്ള ആ നായകൻ്റെ ആ കരുത്തിൽ പുള്ളി മിസ്സിങ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ KGF മൂവി സ്വർണ്ണമാണ് പ്രധാനപ്പെട്ട മാറ്റർ. പക്ഷേ സ്വർണ്ണത്തിൽ കൂടെ തന്നെ ആ സിനിമ പോയാൽ എങ്ങനെയിരിക്കും? നായകന് വലിയ ഒരു ഇത് വരില്ലല്ലോ. പക്ഷേ ആ സിനിമയിൽ നായകന് നല്ല പ്രാധാന്യം. നായകനെ തൊടാൻ ആർക്കും പറ്റില്ല. നായകനെ കാണിക്കുമ്പോൾ തന്നെ ഇൻട്രോ സീൻ തന്നെ ഗംഭീരമായിരുന്നു. അതേ രീതിയിൽ ഈ സിനിമയും ചെയ്യാമായിരുന്നു. അതിന് പറ്റിയ കഥയാണ്. അവസാനം കൊണ്ടുപോയിട്ട് ഇതിന് വേണമെങ്കിൽ രണ്ടാം ഭാഗം വെച്ച് നിർത്താമായിരുന്നു. അതിന് പറ്റിയ കഥയാണ്. അതൊന്നും ഷൺമുഖം മുത്തുസ്വാമി ശ്രദ്ധിച്ചിട്ടില്ല. അത് വലിയൊരു മിസ്റ്റേക്ക് പുള്ളി ചെയ്തു. ഇതിൽ
ഹാരിഷ് കല്യാണിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വാസു. വാസുവിനെ എല്ലാവരും ഡീസൽ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാര്യമൊക്കെ സിനിമ കണ്ട് മനസ്സിലായിക്കോളൂ. അപ്പോൾ ഈ ഡീസൽ വന്നാൽ ഞങ്ങളെ മുട്ടിച്ചിറുവാൻ, ഡീസൽ വന്നാൽ നാങ്ക ആറും ഇറുക്കം മാട്ടോം, ഞങ്ങളെ തീർത്തിറുവാന്നൊക്കെ പേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡീസൽ തുടക്കത്തിൽ പുള്ളിയെ കാണിക്കുമ്പോഴോ അതിനുശേഷം ഉള്ള സംഭവങ്ങളിലോ ഡീസൽ എന്താ ചെയ്തത്? ആ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് പുള്ളി അങ്ങനെ പോണു എന്നല്ലാതെ പുള്ളിയുടെ ഒരു കരുത്ത്, ആ പവർ അവിടെ കാണിച്ചിട്ട് പുള്ളി അതങ്ങനെ ഇവർ പേടിക്കുകയാണെങ്കിൽ ഓക്കെ, അതൊന്നുമില്ല. ഡീസൽ വന്നാൽ ഞങ്ങളെ മുടിച്ചിറുവാൻ. എന്ത് മുടിക്കണു? ഡീസൽ തന്നെ അവിടെ ഒളിഞ്ഞു കുത്തിയിരിക്കുകയാണ്. പുള്ളി തന്നെ പുറത്തേക്ക് വരുന്നത് തന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ്, ഒരു ഭാഗം കഴിഞ്ഞിട്ട്. അപ്പോൾ ഡീസലിൻ്റെ ആ പവർ ഇതിലവർ കാണിച്ചിട്ടില്ല. അതേസമയം ഡീസൽ കൽക്കരിന്ന് എടുക്കുന്ന ആ സംഭവത്തിൻ്റെ പവർ സിനിമയിൽ നന്നായിട്ട് ഷൺമുഖം മുത്തുസ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ ആണെങ്കിലും ഇതിലെ കഥ പോലെ തന്നെ പ്രധാന പോയിന്റ് ആണല്ലോ നമ്മുടെ നായകനും. കാരണം ഈ സിനിമ വേറെ ഫാമിലി സ്റ്റോറിയൊക്കെ ആണെങ്കിൽ നായകനെ ആ രീതിയിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു ആക്ഷൻ മൂവിയാണ്. അതേപോലെ ഇതിൽ വലിയ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സിനിമ വേണ്ടേ? അതിന് എവിടെ ഡീസലിന് ഇവർ കരുത്താക്കി? അത് വളരെ ഡിസപ്പോയിൻമെൻറ്റാണ് തന്നത്. പക്ഷേ അതേസമയം ഈ ഹാരിഷ് കല്യാൺ ഇതിൽ ആക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ ആയിട്ട് ആക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഒന്നും തന്നെ ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു കുറവ് ഇവർ ശരിയാക്കിയിരുന്നെങ്കിൽ ഇതിന് പാർട്ട് 2 എഴുതി കാണിച്ച് നിർത്തുകയാണെങ്കിൽ സൂപ്പർ ആകുമായിരുന്നു. ഷൺമുഖം മുത്തുസ്വാമി ആ കാര്യത്തിൽ മിസ് ചെയ്തു. പിന്നെ അതേപോലെ ഇതിൻ്റെ മ്യൂസിക് ദീപു നൈനാൻ തോമസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളി കുഴപ്പമില്ലാത്ത മ്യൂസിക് BGM ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ മറ്റേ ബിയർ സോങ് ഉണ്ടല്ലോ, 1000 ബിയർ, അതിനുള്ള മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട്. കുറേ ചിലവൊക്കെ ആക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. കുറേ ഫിഷർ ബോട്ട്സ് കാണിക്കുന്നുണ്ട്, അതേപോലെ വലിയ വലിയ കണ്ടെയ്നർ, അത് ഇത്, അതേപോലെ ഡീസലിൻ്റെ പൈപ്പുകൾ, അതിൽ നിന്ന് ഇവർ അതെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ നന്നായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊരു ലോജിക്കില്ലാത്തൊരു കാര്യമുണ്ട്. സർക്കാരിനെ പറ്റിച്ചിട്ട് ഇതിൽ ഒരുപാട് പെട്രോൾ കൽക്കരിയൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ ഒരു സാമ്രാജ്യം തന്നെ പണിയാ പറഞ്ഞാൽ അത് നമുക്ക് ലോജിക്കില്ലെങ്കിലും നമ്മൾ ലോജിക്കിനെ ഒഴിവാക്കിയിട്ട് ഈ സിനിമ കാണാം, കുഴപ്പമില്ല. പക്ഷേ ഹീറോയുടെ കാര്യത്തിൽ മാത്രം ഈ സിനിമ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഒരു പവർ, മൊത്തത്തിൽ ആ പവർ പുള്ളി കളഞ്ഞു. എന്നാലും കഥ കൊണ്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ കഥ പുള്ളി തുടക്കം മുതൽ എഴുതി കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ ഡയലോഗുകൾ, കുറേ സംഭവങ്ങൾ ഇതിൽ ചറ എന്ന് ഡയലോഗുകൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പഞ്ച് കിട്ടുന്ന രീതിയിലുള്ള ഡയലോഗുകളും ഇല്ല. അവിടെ കരുത്ത് കൊടുക്കുന്ന ഓരോ ഡയലോഗുകളുണ്ടല്ലോ, അതൊന്നുമില്ല. നമുക്കൊരു ത്രില്ലിങ് തരുന്ന, ഞാനത് അങ്ങോട്ട് തീർക്കും എന്നൊക്കെ പറയുന്ന, ഇതിൽ കുറേ ഹാരിഷ് കല്യാണിൻ്റെ അവസാന രംഗങ്ങളിലൊക്കെ പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പഞ്ച് കിട്ടണ്ടേ, ഒരു ത്രില്ല് കിട്ടണ്ടേ, അതിനുള്ള ഭയങ്കര ഒരു ഡയലോഗ്, വാടാ ഞാൻ റെഡിയാക്കാം എന്നുള്ള രീതിയിൽ നീ ഒന്ന് തൊട്ട് നോക്ക്, അതൊന്നും തന്നെ അങ്ങനത്തെ ഡയലോഗ് ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഭവം എന്തോ പറയാൻ പോകുന്നു, പക്ഷേ അതങ്ങനെ ഒരു തണുത്ത ലെവലിൽ അവിടെ മാത്രം കുറച്ച് ചൂടായി പോകുന്ന പോലെയാണ് സിനിമ വെച്ചിരിക്കുന്നത്. ഈ സിനിമ ഒന്നുകൂടി ശരിയാക്കാമായിരുന്നു.